ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഷിനാസ് വ്ലോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് CV ജംഗ്ഷൻ്റെ തൊട്ടടുത്ത്, അതായത് പൊന്നാനി ബൈപ്പാസ് അവസാനിക്കുന്ന ഇടത്താണ് കേട്ടോ. അതായത് ആ പൊന്നാനി ബൈപ്പാസ് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വലത്തെ ഭാഗത്തൊരു വലിയൊരു അമ്പലമൊക്കെ കാണാം, ആ പാടത്തിൻ്റെ നടുവിലായിട്ട്. അപ്പോൾ ആ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഇന്ന് എന്തോ പൂരോ പരിപാടി എന്തോ നടക്കുന്നുണ്ട്. അതായത് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് കഴിഞ്ഞ വീക്കിലായിരുന്നു ഇതിന് പൂരമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലൂടെ ആളുകളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്, കുട്ടികളൊക്കെ വെച്ചിട്ട് കേട്ടോ. കാരണം നിലവിൽ ഈ ഒരു ഇരുഭാഗവും ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള പ്രദേശമാണ്. അവിടെ ഇത്തരത്തിൽ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു വിഷയമാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പരിപാടികളൊന്നും നടക്കില്ല. അതിനെതിരെയൊക്കെ തന്നെ കർശനമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കുമെന്നുള്ളതും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ എൻട്രി എക്സിറ്റുള്ള ഭാഗത്തൊക്കെ തന്നെ മെയിൻ റോഡിൽ ഇത്തരത്തിൽ ചെറിയൊരു ലൈന് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അത് നമ്മളൊരു എന്താ പറയുക, സ്പീഡ് ബ്രേക്കറിൻ്റെ അതേ തുല്യമായിട്ടുള്ള തന്നെയാണ് ലൈൻ ഇട്ടിട്ടുള്ളത്. നല്ല ഒരു മിനി ഹമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ലൈന് വേറൊരു എന്തോ ഒരു പേര് പറയും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻട്രി എക്സിറ്റുള്ളിടത്ത് നമ്മുടെ ആ ഒരു യെല്ലോ ബോക്സൊക്കെ വരക്കുന്നുണ്ട്. അവിടെ യാതൊരു കാരണവശാലും വാഹനം നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ CV ജംഗ്ഷൻ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കയറി. ഇവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ആ ഒരു ഇത് കണ്ടില്ല നിങ്ങൾ, ഡിവൈഡർ തരത്തിൽ കറക്റ്റ് ഒരു കല്ലുകൊണ്ട് പടുത്ത് വെച്ച പോലെ ഉണ്ട്. ആ മുകളിലെ ചെറുതായി വരികയല്ല, ഒരേ ലെവലിൽ അടിയിൽ നിന്ന് മുകളിൽ വരെ ഒരേ ഷേപ്പിലാണ് ആ ഒരു ഡിവൈഡർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അത്തരത്തിൽ ആ ഡിവൈഡർ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറച്ച് സാധാരണ നമ്മളിവിടെ പൊതുവേ രണ്ടാമത്തെ റീച്ചിൽ ഡിവൈഡറിൻ്റെ ഹൈറ്റ് കുറവാണ്. അതിനേക്കാൾ ഒരു പൊടിക്ക് ഹൈറ്റ് കൂടുതലുണ്ട്. ഒന്നുകൂടി സേഫ്റ്റിയാണ് കേട്ടോ. ഈ ഡിവൈഡറൊക്കെ ആഞ്ഞൊരു വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റേ ഡിവൈഡർ അങ്ങനെ ക്രാക്ക് വരില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് അടുത്തൊരു എക്സിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മുടെ CV ജംഗ്ഷൻ കഴിഞ്ഞിട്ട് എൻട്രി അല്ല വരുന്നത്, എക്സിറ്റാണ് വരുന്നത് കേട്ടോ. പിന്നീട് ഉറൂബ് നഗറിലാണ് CV ജംഗ്ഷൻ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഹൈവേയിലോട്ട് കയറാനുള്ള എൻട്രി. അതായത് നമ്മളിപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഉറൂബ് നഗറിൽ നിന്നാണ് CV ജംഗ്ഷൻ ഭാഗത്തുള്ളവർക്കൊക്കെ ഹൈവേയിലോട്ട് കയറേണ്ട എൻട്രി വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ട് പോകേണ്ടവർക്ക് നേരെ ഫ്ലൈ ഓവർ കയറിയിട്ട് നേരെ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോഴേക്കും ആ ഒരു നമ്മുടെ CV ജംഗ്ഷൻ്റെ ഫ്ലൈ ഓവർ എൻ്റെ ആവുന്നതോടെ തന്നെ നമുക്ക് എൻട്രി കിട്ടും നമ്മുടെ ഹൈവേയിലോട്ട് കയറാൻ. അപ്പോൾ അതായത് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ മെർജിങ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് നമ്മുടെ പുതിയ 3 വരി ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. കനാലിന് കുറുകെയുള്ള 3 വരി ഇതേ കണ്ടില്ലേ. അവിടെ ഡിവൈഡർ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. നിലവിലത്തെ ആ ഒരു പാലത്തിൻ്റെ ആ ബാരിയറാണ് അവിടെ വെച്ചിട്ടുള്ളത്. പുതിയ പാലം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പഴയ പാലത്തിന് നല്ല തകൃതിയിൽ നല്ല വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. പഴയ പാലത്തിന് പല ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുട് പാത്തിൻ്റെ ഭാഗത്ത്, പുതിയ പാലത്തിൻ്റെ ഭാഗത്ത് നീല പെയിൻ്റൊക്കെ ഉള്ളിലടിച്ച് നല്ല കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ചില ക്ലീനിങ് പരിപാടികളൊക്കെ തന്നെ നടത്താനുണ്ട് കേട്ടോ. ഇതാണ് നിലവിൽ നമ്മുടെ പഴയ പാലത്തിൻ്റെ അവസ്ഥ കേട്ടോ. പഴയ ക്രാഷ് ബാരിയറൊക്കെ തന്നെ പൊട്ടിച്ച് പുതിയ ക്രാഷ് ബാരിയർ കമ്പി കെട്ടി എല്ലാം സെറ്റാക്കി കൊടുക്കുകയാണ്. മുകളിലുള്ള പഴയ ടവറൊക്കെ തന്നെ പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രവൃത്തിപാടി ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിച്ചുതരാം. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ സുഖസുന്ദരമായിട്ട് വാഹനങ്ങൾ ഇത് കടന്നു പോകുന്നത് നമ്മൾ പുതിയ 3 വരി പാലത്തിലൂടെയാണ് കേട്ടോ. ഇതിൻ്റെയും മറുഭാഗത്ത് ഫുട് പാത്ത് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇരുഭാഗത്തും ഫുട് പാത്ത് ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഒരു ഭാഗത്തോട്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അവിടെ ആ ഒരു ഗർഡർ വരുന്ന ഭാഗത്ത്, പഴയ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഗർഡറുള്ള ഭാഗത്തൊക്കെ തന്നെ ആ ഒരു ഏരിയയിലെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റിംഗ് പാളികളൊക്കെ തന്നെ പൊളിച്ചതാക്കിയിട്ട് അത്യാവശ്യം കുറച്ച് ഹൈറ്റിൽ തള്ളി നിൽക്കുന്ന കമ്പികളൊക്കെ തന്നെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് രണ്ടാമത് ഒരു എക്സ്ട്രാ ഒരു ബലം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ബലം കൂട്ടുകയാണ്. അതിൻ്റെ എന്തൊക്കെ പ്രവൃത്തികളാണ്, അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് കാര്യമായി പോകുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നിലവിലത്തെ പാലത്തിൻ്റെ അവിടെയൊക്കെയുള്ള വെള്ളം താഴോട്ട് പോകാനുള്ളത് നല്ല പ്രോപ്പറായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചിറകളൊക്കെ തന്നെ അവർ ക്ലീൻ ചെയ്യാൻ തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഇല്ലാണ്ടെങ്കിൽ വെള്ളമൊക്കെ അവിടെ തങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആനപ്പടി അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ പോകട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് എത്തുമ്പോൾ പഴയ പാലത്തിൻ്റെ ഭാഗം കുറച്ച് നിലവിലത്തെ പാലത്തിനേക്കാൾ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും കേട്ടോ. ഇവിടെ വലത്തെ ഭാഗത്തോട്ടാണ് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പുതുവന്നാനി പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്നവർക്ക് 2 ലൈനാവും, മറുഭാഗത്തു നിന്ന് വരുന്നവർക്ക് 3 ലൈൻ കേട്ടോ. ഈ ഒരു ഭാഗത്ത് അങ്ങനെ ക്രോസിലാണ് ഭാഗങ്ങൾ വരുന്നത്. ഇവിടെ ചെറിയൊരു താഴ്ചയാണ് വലത്തെ ഭാഗത്ത്. ആ ഒരു പാലത്തിന് കണക്കാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും മെയ് മാസം അവസാനത്തോടെ തന്നെ 6 വരിപ്പാത മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായും തുറന്നു കൊടുക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ബൈപ്പാസിൻ്റെ ആ ഏരിയയും
അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കുറച്ച് ഭാഗത്തും കൂടി മലപ്പുറം ജില്ലയിൽ കുറച്ച് തകൃതിയിൽ പണി നടക്കേണ്ടതുണ്ട്. പിന്നെ പന്തേപാലം ഭാഗം പറയേണ്ട, അത് വമ്പം വേഗത്തിലാണ്, അതായത് മിന്നൽ വേഗത്തിലാണ് അവിടെ പണികൾ നടക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പത്തെ ആഴ്ച കണ്ടിരുന്നേക്കായി എത്രയോ പതിമടങ്ങ് നിലവിലത്തെ റോഡിൻ്റെ ലെവലിന് കണക്കാക്കി ഏകദേശം മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻട്രി എക്സിറ്റ് ആവുന്ന ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ആ ഏരിയയിൽ യെല്ലോ ബോക്സ് ലൈന് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ലൈനിൽ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ, ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്നവർക്കും ഹൈവേയിലോട്ട് കയറുന്നവർക്കും വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ട് വാഹനം നിർത്താൻ പാടില്ല. അതിനാണ് ഇത്തരത്തിൽ ബോക്സ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ട് നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞത് പുതുപൊന്നാനി പോലീസ് സ്റ്റേഷൻ്റെ മുൻഭാഗത്താണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പൊന്നാനി ഭാഗത്തോട്ട് പോകേണ്ടവർക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാവുന്നതാണ്. അതുപോലെ തന്നെ അത് നമ്മളിപ്പോൾ കനോലി കനാലിൻ്റെ അവിടുന്ന് നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ട് പോകേണ്ടവർക്ക് പോകുന്ന ആ ദേശീയപാതയുടെ ആ സൈഡിൽ ഒരിക്കലും ഇവിടുന്ന് എൻട്രി ആവാൻ പറ്റില്ല കേട്ടോ. കനോലി കനാൽ കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്നവർ ഉറൂബ് നഗർ ഭാഗത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്ഷനാണുള്ളത് കേട്ടോ. എൻട്രിക്കുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല, കുറച്ച് മാറിയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.